ആദ്യം ഞാൻ കളിക്കാൻ പോകുന്നത് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്. സീറ്റ് ഇതുപോലെ ഒന്ന് പൊന്തിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് കളിക്കാം. സോ ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെ അപ്പർ ചെസ്റ്റ് പാർട്ടിനെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സിനെയും ട്രൈസെപ്സിനെയും അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് എപ്പോഴും കളിക്കുന്ന പോലെ തന്നെ 3 sets of 12 reps ആണ് ചെയ്തത്. 2.5 kg ഡബിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുവിധം എല്ലാതും ഞാൻ 2.5 kg വെച്ചിട്ട് തന്നെ ചെയ്യാറ്. നമ്മളൊരു 6 മണിക്ക് എണീച്ച് ഒരു 7 മണിയായപ്പോൾ തന്നെ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾത്തിരക്ക് നല്ല കുറവാണ്. സോ ഇൻക്ലൈന് കഴിഞ്ഞതിന് ശേഷം സീറ്റ് ലെവലാക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഞാൻ കളിക്കാൻ പോകുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിൻ ബെഞ്ച് പ്രസ്. സീറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കണം. 3 ബെഞ്ച് പ്രസ്സിനും മൂവ്മെൻറ്റ്സ് ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് കൊണ്ട് ചെസ്റ്റ് നല്ല കുറച്ച് പൊന്തിച്ച് വേണം വെക്കാൻ. ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് കളിക്കുമ്പോൾ നമുക്ക് ചെസ്റ്റ് മാക്സിമം അപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഫ്ലാറ്റിലും ഇൻക്ലൈനിലും അത്ര തന്നെ പറ്റിയെന്ന് വരില്ല. ഫ്ലാറ്റ് ബെഞ്ച് പ്രസ്സിനെ ക്ലാസിക് ചെസ്റ്റ് ബിൽഡർ എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് മിഡിൽ ചെസ്റ്റിനെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രൈസെപ്സും ഷോൾഡേഴ്സും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് മൊത്തത്തിലുള്ളൊരു തിക്നെസ്സും സ്ട്രെങ്ത്തും കൂട്ടാനാണ് സഹായിക്കുന്നത്. അടുത്തത് ഡിക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. അതിനൊന്നും കൂടി കിടത്തി വെക്കണം. സീറ്റ് ഇതുപോലെ ഒന്നുകൂടി കിടത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ. സോ ഡിക്ലൈൻ ബെഞ്ച് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ലോവർ ചെസ്റ്റ് പാർട്ടിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെ നമ്മൾ കിടന്നിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ ലോവർ പാർട്ടിൽ ഈ ഒരു ആംഗിൾ എന്ന് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു ആക്ടിവേഷൻ ഉണ്ടാവും ചെസ്റ്റ് പാർട്ടിന്, ലോവർ ചെസ്റ്റിന്. സോ ഇറ്റ് ഹെൽപ്സ് ടു നമ്മുടെ ചെസ്റ്റിൻ്റെ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ചെസ്റ്റിന് മെയിനായിട്ടുള്ള 3 വർക്കൗട്ട്സാണ് കേട്ടോ ഈ കാണിക്കുന്നത്. സോ അങ്ങനെ ഈ 3 മെയിൻ വർക്കൗട്ട്സും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒരു വർക്കൗട്ടും കൂടി ചെയ്യണമായിരുന്നു. അതിനു വേണ്ടി ഞാൻ മേലേക്ക് പോയി. സോ നെസി വാസ് പ്ലേയിങ് ഡിഫറെൻറ്റ്. കുറച്ചുകൂടി വെയിറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന, കുറച്ചുകൂടി വെയിറ്റുള്ള സംഭവങ്ങളാണ് നെസി ചെയ്യുന്നത്. ഞാൻ അത്ര വെയിറ്റുള്ള സംഭവങ്ങളൊന്നുമല്ല ചെയ്യുന്നത്. ഞാൻ അധികം മസിൽസിന് 4 അല്ലെങ്കിൽ 5 വർക്കൗട്ട്സ് ഒരു ദിവസം ചെയ്യാറുള്ളൂ. ബാക്കി ലോവർ ബോഡിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്ഥിരമായിട്ട് ചെയ്യുന്ന വർക്കൗട്ട്സ്, അതാണ് ചെയ്യാറ്. സോ ദ നെക്സ്റ്റ് ഐ പ്ലേഡ് വാസ് മെഷീൻ ഫ്ലൈ. മെഷീൻ ഫ്ലൈ അല്ലെങ്കിൽ പെക് ഡെക്ക് ഫ്ലൈ എന്നും പറയും ഈ ഒരു വർക്കൗട്ടിന്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ചെസ്റ്റ് മസിൽസിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ബെഞ്ച് പ്രസ്സിലൊക്കെ ട്രൈസെപ്സും ഷോൾഡേഴ്സും ഒക്കെ ഇൻവോൾവ് ആകുന്നുണ്ട്. പക്ഷേ ഈ മെഷീൻ ഫ്ലൈയിൽ നമ്മുടെ ചെസ്റ്റ് പെക്ടോറൽസ് അല്ലെങ്കിൽ ചെസ്റ്റ് മസിൽസിൻ്റെ ഒരു ഭാഗമാണ് പെക്ടോറൽസ്. ആ ഒരു പാർട്ട് മാത്രമാണ് ഇതിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ബിഗിനേഴ്സിനൊക്കെ നല്ലൊരു വർക്കൗട്ടാണിത്. കാരണം പ്രത്യേകിച്ച് ബാലൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ ചെസ്റ്റിൻ്റെ ഷേപ്പും റൗണ്ട്നെസ്സും തിക്നെസ്സും സ്ട്രെങ്ത്തും എല്ലാം കൂടും. സോ അതും കൂടിയും കഴിച്ചതിന് ശേഷം ഞാൻ ഡെയിലി വർക്കൗട്ട്സ് ചെയ്തു. ആൻഡ് നെസി വാസ് പ്ലേയിങ് ദിസ് മീൻ വൈൽ. So that's all for today. And yeah, നാളെ നമ്മൾ ഷോൾഡേഴ്സിനാവും കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഷോൾഡേഴ്സിൻ്റെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ബൈ.